ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാം അടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ എക്സാമിന് ഗുണപ്പെടുന്നതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഗുണപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ദ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ലോവേഡ് ദ മിനിമം വോട്ടിംഗ് ഏജ് ഫ്രം 21 ഇയേഴ്സ് ടു 18 ഇയേഴ്സ്. അതായത് 21 വയസ്സിൽ നിന്നും 18 വയസ്സിലേക്ക് നമ്മുടെ ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം കുറച്ചത് ഏത് അമെൻഡ്മെന്റ് പ്രകാരമാണ്, അതല്ലെങ്കിൽ ഏത് ഭരണഘടന ഭേദഗതി പ്രകാരമാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നമുക്കിവിടെ ഓപ്ഷൻസ് ആയിട്ട് 42nd അമെൻഡ്മെന്റ്, 55th അമെൻഡ്മെന്റ്, 61st അമെൻഡ്മെന്റ്, 63rd അമെൻഡ്മെന്റ്, ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 61ാം ഭേദഗതിയാണ് കേട്ടോ. 61ാം ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 18 വയസ്സിലേക്ക് ആക്കി കുറയ്ക്കുന്നത്. അതിനു മുന്നേ 21 വയസ്സായിരുന്നു ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യൂണിവേഴ്സ് അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാറുണ്ട്. യൂണിവേഴ്സ് അഡൽട്ട് ഫ്രാഞ്ചൈസിനുള്ള ആ ഒരു പവർ കൊടുത്തത് ഏത് അമെൻഡ്മെന്റ് പ്രകാരമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവോ 61st അമെൻഡ്മെന്റ് തന്നെയാണ് കേട്ടോ. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഓക്കെ, അപ്പം നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് അമെൻഡ്മെന്റുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. 61ാം ഭേദഗതിയുടെ കേസ് നമ്മൾ പറഞ്ഞു. ദ 61st അമെൻഡ്മെന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോവേഡ് ദ വോട്ടിംഗ് ഏജ് ഫ്രം 21 ടു 18 ഇയേഴ്സ്. ഇനി ഇത് 1988ലാണ് ഈ അമെൻഡ്മെന്റ് നടക്കുന്നത്. മാർച്ച് 28, 1989 ഇത് എഫക്റ്റിലേക്ക് വരുന്നത്. ഈ ഒരു അമെൻഡ്മെന്റ് പ്രകാരം മോഡിഫൈ ചെയ്യപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 326 ആണ്, വിച്ച് ഡീൽസ് വിത്ത് എലക്ഷൻസ് ടു ദ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ലോക്സഭ ഇലക്ഷന്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷന്, ഈ ഇലക്ഷനിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 326ലാണ് ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതി വന്നത്. രാജീവ് ഗാന്ധി ആയിരുന്നു ഈ സമയത്ത് പ്രൈം മിനിസ്റ്റർ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അമെൻഡ്മെന്റുകളാണ് നമ്മളിവിടെ ഈ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. 97ാം ഭേദഗതി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് സഹകരണ സ്ഥാപനങ്ങൾ, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് എന്ന് പറയുന്ന ആ ഒരു ടേം 97th അമെൻഡ്മെന്റ് പ്രകാരം അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടന പദവി കൊടുക്കുകയുണ്ടായി. അതാണ് 97ാം ഭേദഗതി. 2011ലാണ് ഈ ഭേദഗതി നടക്കുന്നത്. ഇനി അടുത്ത 101ാമത്തെ ഭേദഗതിയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭേദഗതിയാണ്. 2016ലാണ് ഈ ഒരു ഭേദഗതി നടക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസ് കൗൺസിലും GST ഇംപ്ലിമെന്റേഷൻ ഓൾ ഇന്ത്യ നടക്കുന്നതൊക്കെ ഈ ഒരു ഭേദഗതി പ്രകാരമാണ്. ഇനി 103ാം ഭേദഗതി എന്താണ്? 10% റിസർവേഷൻ ഫോർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ ആണ്. 10% റിസർവേഷനെ കുറിച്ചാണ് 103ാം അമെൻഡ്മെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2019ലാണ് ഈ അമെൻഡ്മെന്റ് പാസ്സാകുന്നത്. ഇനി അടുത്ത 106ാമത്തെ ഭേദഗതി 2023 വുമൻസ് റിസർവേഷൻ ഇൻ ദ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം ലോക്സഭാ സീറ്റുകളിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും കൊണ്ടുവന്നത് 106ാം ഭേദഗതി പ്രകാരമാണ്. നാരിശക്തി വന്ദൻ അഭിയാൻ എന്നുള്ള പേരിലാണ് ഈ ഒരു അമെൻഡ്മെന്റ് വന്നിരിക്കുന്നത്. നാരിശക്തി വന്ദൻ അധിനിയം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ അമെൻഡ്മെന്റുകളെ കുറിച്ചുള്ള ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് അറേഞ്ച് ദ ഫോളോവിങ് ഈവന്റ്സ് ഇൻ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പൊ നമുക്ക് കുറെ ഈവന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓരോ വർഷങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഇത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇത്തരം നമ്മുടെ ഇൻഡിപെൻഡൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട വർഷങ്ങൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് മഹാത്മാഗാന്ധീസ് സാൾട്ട് മാർച്ച്, ഇനി പാസിംഗ് ഓഫ് റൗലറ്റ് ആക്ട്, പബ്ലിക് ഡിക്ലറേഷൻ ഓഫ് പൂർണ്ണ സ്വരാജ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞ 4 സംഭവങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യം നടക്കുന്ന സംഭവം ഏതാണ്? ആദ്യമായിട്ട് നടക്കുന്നതെന്ന് പറയുന്നത് റൗലറ്റ് ആക്ട് ആണ്. 1919ലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ചിലർക്കൊക്കെ അറിയായിരിക്കും അല്ലെ, റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ഒരു റിപ്രസീവ് ലോ ആയിരുന്നു.
അതായത് ട്രയൽ കൂടാതെ തന്നെ വ്യക്തികളെ അറസ്റ്റ് ചെയ്യാനും സ്ട്രിക്റ്റ് ലോസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന ആ ഒരു നിയമമായിരുന്നു റൗലറ്റ് ആക്ട്. കരിനിയമം എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അപ്പം സിഡ്നി റൗലറ്റ് എന്ന് പറയുന്ന ആ ഒരു ജഡ്ജിയുടെ അഡ്വൈസിലുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു നിയമം വരുന്നത്. അപ്പൊ ഇതിനെ ബ്ലാക്ക് ആക്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ലോ എന്നുള്ള പേരിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇതേ തുടർന്നാണ് ഇതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റിലാണ് പിന്നീട് ജാലിയൻ വാലാബാഗ് സംഭവം നടക്കുന്നതും അവിടെ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്നത് അല്ലെ. ഇപ്പം ഈ സംഭവം നടന്നത് 1919 പാസിംഗ് ഓഫ് റൗലറ്റ് ആക്ട്. അതുപോലെ ജാലിയൻ വാലാബാഗ് സംഭവം 1919 തന്നെയാണ് നടക്കുന്നത്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സംഭവം ഏതാണ്? നമുക്ക് രണ്ടാമതായിട്ട് വരുന്ന ആ ഈവന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? It was a massive peaceful protest launched by Mahatma Gandhi in 1920 to fight British rule in India. ഇപ്പൊ ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂളിനെതിരെ പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമരമായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം സ്വരാജ്യ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക, അത്തരം സമരമുറകളൊക്കെ ആയിരുന്നു ഇതിൽ കൂടുതലായിട്ടും മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ 1920 നടന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ് നമ്മുടെ രണ്ടാമത്തെ ഇവന്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്ന ഇവന്റ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പബ്ലിക് ഡിക്ലറേഷൻ ഓഫ് പൂർണ്ണ സ്വരാജ്. പബ്ലിക് ഡിക്ലറേഷൻ ഓഫ് പൂർണ്ണ സ്വരാജ് എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് വരുന്ന ഇവന്റ്. എന്താണ് ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ജനുവരി 26 1930 ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ ഈ ജനുവരി 26 പ്രത്യേകത എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ജനുവരി 26 എന്ന് പറയുന്നത് നമ്മുടെ റിപ്പബ്ലിക് ദിനമാണ് അല്ലെ. 1950 ജനുവരി 26 ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിനു മുന്നേ 1930 ജനുവരി 26 ഇന്ത്യ പൂർണ്ണ സ്വരാജ് ദിനമായിട്ട് ആചരിച്ചിരുന്നു. അപ്പം 1929 ലാഹോറിൽ വെച്ച് നടന്ന INC സെഷനിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നതും പിന്നീട് 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിനമായിട്ട് ആചരിക്കുന്നതൊക്കെ. അപ്പം മൂന്നാമത്തെ സംഭവമായിട്ട് നമുക്ക് വരുന്നത് പബ്ലിക് ഡിക്ലറേഷൻ ഓഫ് പൂർണ്ണ സ്വരാജ് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്ന സംഭവമാണ് ഇത് സാൾട്ട് സത്യാഗ്രഹം അല്ലെ. സാൾട്ട് സത്യാഗ്രഹം. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളും 1930 തന്നെയാണ് നടക്കുന്നത്. 1930 ദണ്ഡിയാത്ര, ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര അല്ലെങ്കിൽ സാൾട്ട് സത്യാഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നു അല്ലെ. അപ്പം അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബർമതി ആശ്രമം തൊട്ട് ദണ്ഡി വരെ ആണ്. ദണ്ഡി എന്ന് പറയുന്ന സ്ഥലം വരെയാണ് അദ്ദേഹം ഈ ഒരു മാർച്ച് നടത്തുന്നത്. 78 പാർട്ടിസിപ്പൻസ് ആണ് ഈ ഒരു മാർച്ചിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെയാണ് ഈ ഒരു സാൾട്ട് മാർച്ച് നടക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പം ഇപ്പം ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആദ്യം നടന്ന സംഭവം എന്ന് പറയുന്നത് പാസിംഗ് ഓഫ് റൗലറ്റ് ആക്ട് ആണ്. അപ്പൊ 2 തുടങ്ങുന്നു. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 4. ഇനി അടുത്തത് മൂന്നാമത് നടന്ന സംഭവം ഏതാണ്? പബ്ലിക് ഡിക്ലറേഷൻ ഓഫ് പൂർണ്ണ സ്വരാജ്. ഇനി അടുത്തത് ഏറ്റവും അവസാനം നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധീസ് സാൾട്ട് മാർച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2431. ഓപ്ഷൻ ഡി, നാലാമത്തെ ഓപ്ഷനാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇവിടെ നമ്മൾ അതിന്റെ ഓർഡർ പറയാണ്. റൗലറ്റ് ആക്ട് 1919, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920, പബ്ലിക് ഡിക്ലറേഷൻ ഓഫ് പൂർണ്ണ സ്വരാജ് ജനുവരി 26, 1930, മഹാത്മാഗാന്ധീസ് സോൾട്ട് മാർച്ച് 1930 മാർച്ച് ടു ഏപ്രിൽ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ, ഓതർ ആൻഡ് ബുക്ക്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പെയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇതില് ഓപ്ഷൻ 1 പറഞ്ഞിരിക്കുന്നത് തൈക്കാടയ്യയുടെ കൃതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്റെ കാശി യാത്ര എന്ന് പറയുന്ന കൃതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നിജാനന്ദ വിലാസം പറഞ്ഞിരിക്കുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ശിവയോഗ രഹസ്യം പറഞ്ഞിരിക്കുന്നു. ചട്ടമ്പി സ്വാമികളുടെ ബ്രഹ്മോത്തര കാണ്ഡം പറഞ്ഞിരിക്കുന്നു. അപ്പം ഇതിനകത്ത് ശരിയായിട്ടുള്ള പേര് എന്തെന്ന് പറയുന്നത് തൈക്കാടയ്യയുടെ എന്റെ കാശി യാത്ര എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് തൈക്കാടയ്യയുടെ എന്റെ കാശി യാത്രയാണ്. അപ്പം അദ്ദേഹത്തിന്റെ കൃതിയാണ് എന്റെ കാശി യാത്ര. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ കൂട്ടി പഠിച്ചു വെച്ചോ, ബ്രഹ്മോത്തര കാണ്ഡം. ബ്രഹ്മോത്തര കാണ്ഡവും തൈക്കാടയ്യയുടെ തന്നെ കൃതിയാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ഈ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഈ ചട്ടമ്പി സ്വാമികളുടെ കൃതിയായിട്ട് പറയുകയാണെങ്കിൽ നിജാനന്ദ വിലാസം. നിജാനന്ദ വിലാസം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഓർത്തിരിക്കുക, നിജാനന്ദ വിലാസം ആരുടെയാണ്? നിജാനന്ദ വിലാസം എന്ന് പറയുന്ന കൃതി ചട്ടമ്പി സ്വാമികളുടേതാണ്.
ഇനി ശ്രീനാരായണ ഗുരുവിന്റെ നേരിൽ പറഞ്ഞിരിക്കുന്നത് ശിവയോഗ രഹസ്യം എന്ന് പറയുന്ന കൃതിയാണ്. പക്ഷെ ശിവയോഗ രഹസ്യം എഴുതിയിരിക്കുന്ന ആരാ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പൊ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് അല്ലെ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ശിവയോഗ രഹസ്യം എഴുതിയിരിക്കുന്നത്. നിജാനന്ദ വിലാസമാണെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മറ്റ് പ്രധാന കൃതികൾ പറയുകയാണെങ്കിൽ ആനന്ദ കുമ്മി, മോക്ഷപ്രദീപം ഒക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ ഒരു കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയും മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെയും കൃതികളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരേപോലെ തോന്നിക്കുന്ന കൃതികളും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. അപ്പൊ ഓർത്തിരിക്കുക, ശിവയോഗ രഹസ്യം ബ്രഹ്മാനന്ദ ശിവയോഗി, ബ്രഹ്മോത്തരകാന്ഡം തൈക്കാടയ്യ, എന്റെ കാശിയാത്ര തൈക്കാടയ്യ. ഇനി നിജാനന്ദ വിലാസം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ശിവയോഗ രഹസ്യം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചോദ്യത്തിൽ നോക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ്ലി മാപ്ഡ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഇറ്റ്സ് റാംസാർ സൈറ്റ് ഇൻ ഇന്ത്യ. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത് February 2-ാം തീയതിയാണ്. ഇപ്പൊ എങ്ങനെ ഈ തണ്ണീർത്തടങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വെറ്റ്ലാൻഡുകളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 3 ഓപ്ഷനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. കഴുവേലി ബേർഡ് സാങ്ച്വറി, തവ റിസർവയർ, നഞ്ചരായൻ ബേർഡ് സാങ്ച്വറി. അങ്ങനെ 3 റംസാർ സൈറ്റുകൾ, വെറ്റ്ലാൻഡ്സിന്റെ തണ്ണീർത്തടങ്ങളുടെ പേരുകളാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് മാച്ചിങ് വരുന്ന ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതില് കറക്റ്റ് മാച്ചിങ് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 and 2 ആണ് കേട്ടോ. ആദ്യത്തെ 2 സ്ഥലങ്ങളാണ്. കുഴുവേലി ബേർഡ് സാങ്ച്വറി തമിഴ്നാട്ടിലാണ്, തവ റിസർവയർ മധ്യപ്രദേശിലാണ്. ഇനി നഞ്ചരായൻ ബേർഡ് സാങ്ച്വറിയും തമിഴ്നാട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് 1 and 2 ഉള്ളി എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കഴുവേലി ബേർഡ് സാങ്ച്വറി തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ലൊക്കേഷൻ വില്ലുപുരം ഡിസ്ട്രിക്ട്, തമിഴ്നാട്ടിലെ വില്ലുപുരം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2024 ഇതിന് ഈ ഒരു പദവിയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് തവ റിസർവോയർ എന്ന് പറയുന്ന ആ ഒരു റിസർവോയർ ഏരിയ ആണ്. മധ്യപ്രദേശിലാണ് കേട്ടോ. നർമ്മദാപുരം ആണ്, നർമ്മദാപുരം ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു റംസാർ സൈറ്റ് വരുന്നത്. 2022 ഇതിന്റെ സാങ്ഷൻ ആകുന്നത്. ഇനി നഞ്ചരായൻ ബേർഡ് സാങ്ച്വറി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് നമുക്ക് ഓപ്ഷനിൽ തെറ്റിച്ച് തന്നിരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, നഞ്ചരായൻ ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്, തിരുപ്പൂർ ജില്ലയിലാണ് കേട്ടോ. 2024 ഇതും റാംസാർ സൈറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്തരം റാംസാർ സൈറ്റുകളെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് മാച്ച് ഫോളോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതില് 2 ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മേജർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് 1, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ, SCRC, ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിങ്ങനെ 4 സ്ഥാപനങ്ങൾ. ഇനി ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്, കൊച്ചി, കേരള എന്ന് പറഞ്ഞ 4 സ്ഥലങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷനുകൾ ഏതാണ് എന്നുള്ളത് മാത്രം നമുക്ക് നോക്കിപ്പോ കേട്ടോ. ഓക്കെ, അപ്പം ആദ്യമായിട്ട് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ SCRC സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് SCRC അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി PRL സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്ന ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡെറാഡൂൺ, ഡെറാഡൂണിലാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഇനി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്, കേരളത്തിൽ കൊച്ചിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് നോക്കുക, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ SCRC ചെന്നൈയിലാണ്, ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി അഹമ്മദാബാദ് ഗുജറാത്തിലാണ്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂൺ ഉത്തരാഖണ്ഡ്, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി കേരള. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഐഡന്റിഫൈ ദ ഇൻഡയറക്ട് ടാക്സസ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ഓഫ് ടാക്സസ്. അപ്പൊ നമുക്ക് കുറെ ടാക്സുകളുടെ ലിസ്റ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പറഞ്ഞ പോലെ ഇൻഡയറക്ട് ടാക്സുകളായിട്ട് വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കസ്റ്റംസ് ഡ്യൂട്ടി, സ്റ്റാമ്പ് ഡ്യൂട്ടി, എന്റർടൈൻമെന്റ് ടാക്സ്, സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ 4 ടാക്സുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4ഉം ഇൻഡയറക്ട് ടാക്സ് തന്നെ ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്
1, 2, 3 and 4 എല്ലാം ഇൻഡയറക്റ്റ് ടാക്സുകൾ തന്നെയാണ്. അപ്പൊ എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്, ഡയറക്റ്റ് ടാക്സ് എന്നൊക്കെ ജസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ട് വേണ്ടിയിട്ട് പറയുകയാണ്. അണ്ടർസ്റ്റാൻഡിങ് ഇൻഡയറക്റ്റ് ടാക്സ്. An indirect tax is a tax levied on goods or services rather than on an individual direct income or profits. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ അറിയാതെ തന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ ടാക്സുകൾ ഈടാക്കാറുണ്ട് അല്ലെ? അപ്പൊ അതെല്ലാം ഇൻഡയറക്റ്റ് ടാക്സുകളാണ്. The burden of an indirect tax can be shifted from the taxpayer to the ultimate consumer. ടാക്സ് പേ ചെയ്യുന്ന ആളിൽ നിന്നും അത് അൾട്ടിമേറ്റ് കൺസ്യൂമറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ടാക്സിന്റെ കേസിൽ. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടി എങ്ങനെയാണ്? ലെവിഡ് ഓൺ ദ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. ദ കോസ്റ്റ് ഈസ് പാസ്ഡ് ഓൺ ബയേഴ്സ്. അപ്പൊ കസ്റ്റംസിന്റെ സാധനങ്ങൾ കസ്റ്റംസ് വഴി കൊണ്ടുവരുന്ന കസ്റ്റംസിന്റെ ടാക്സ് ഓൾറെഡി അതിനകത്ത് ഈടാക്കുന്നുണ്ട്. അപ്പം കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇനി സ്റ്റാമ്പ് ഡ്യൂട്ടി, a legal tax levied on documents and property transactions considered an indirect transactional tax. അപ്പം എന്താണ് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് തന്നെയാണ്. നമ്മൾ ഓട്ടോമാറ്റിക് ആ സർവീസ് കിട്ടുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആ ഒരു ടാക്സ് നമ്മളിൽ നിന്നും ഈടാക്കുന്നുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ടാക്സ്, ചാർജ് ഓൺ മൂവി ടിക്കറ്റ്സ്, കൊമേഴ്ഷ്യൽ ഷോസ് ആൻഡ് അമ്യൂസ്മെന്റ്സ് പെയ്ഡ് ബൈ ദ കൺസ്യൂമർ ആസ് പാർട്ട് ഓഫ് ദ ടിക്കറ്റ് പ്രൈസ്. നമുക്കറിയാം നമ്മൾ ഓരോ സിനിമയ്ക്കും അല്ലെങ്കിൽ മറ്റേ എന്ത് എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു എന്റർടൈൻമെന്റ് ടാക്സും കൂടി നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എന്റർടൈൻമെന്റ് ടാക്സ് എന്നൊക്കെ പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതുപോലെ സർവീസ് ടാക്സ്, ലെവിഡ് ഓൺ സർവീസസ് പ്രൊവൈഡ് ബൈ എ ബിസിനസ് ആൻഡ് പെയ്ഡ് ബൈ ദ എൻഡ് കൺസ്യൂമർ. സർവീസ് ടാക്സുകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ പല സാധനങ്ങൾ മേടിച്ച് നമ്മളും അതിനകത്ത് ബില്ലിൽ ചിലപ്പം സർവീസ് ചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പം സർവീസ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളിൽ നിന്നും ഈടാക്കപ്പെടുന്ന ഒരു ടാക്സ് ആണ്. ഓക്കെ. പക്ഷെ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിന്റെ മേളിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഇൻകം ടാക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡയറക്റ്റ് ടാക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന കസ്റ്റംസ് ഡ്യൂട്ടി, സ്റ്റാമ്പ് ഡ്യൂട്ടി, എന്റർടൈൻമെന്റ് ടാക്സ്, സർവീസ് ടാക്സ് ഇതെല്ലാം ഇൻഡയറക്റ്റ് ടാക്സിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് വരുന്ന ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും പേര് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ? ഇങ്ങനെ പേര് മാച്ച് ചെയ്യാനുള്ള ചോദ്യങ്ങളുടെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത്തരം ഒരു ചോദ്യം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന്റെ ഓപ്ഷനുകളെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നതെല്ലാം പെയിന്റിങ്ങുകളാണ് അല്ലെങ്കിൽ ആർട്ട് വർക്കുകളാണ്. മധുബനി, കലങ്കാരി, പട്ടച്ചിറ, വാർലി പെയിന്റിംഗ്, ഇതെല്ലാം ഒരു പെയിന്റിംഗ് കൾച്ചറുകൾ ഓരോ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലുള്ള പ്രത്യേകതരം ആ ഒരു അവരുടെ യുണീക്ക് ആയിട്ടുള്ള ആ ഒരു പെയിന്റിംഗ് രീതികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഒരെണ്ണമാണ് കറക്റ്റ് പേരായിട്ട് വരുന്നത്. അപ്പൊ ഏതാണെന്ന് നമുക്ക് നോക്കാം. പട്ടച്ചിറ. പട്ടച്ചിറ എന്ന് പറയുന്ന ആ ഒരു പെയിന്റിംഗ് വർക്ക് വരുന്നത് ഒഡീഷയിലാണ് കേട്ടോ. ട്രഡീഷണൽ ക്ലോത്ത് ബേസ്ഡ് സ്ക്രോൾ പെയിന്റിംഗ് ആണ്. ഒറിജിനേറ്റ്സ് ഫ്രം ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഒഡീഷയാണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി മധുബാനി പെയിന്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ളത് ബീഹാറിലാണ് വരുന്നത്. ബീഹാറിലാണ് അതിന്റെ മെയിൻ കേന്ദ്രമായിട്ട് വരുന്നത്. ഇനി കലംകാരി. കലംകാരി ആണെങ്കിലോ ആന്ധ്രാപ്രദേശ്. ഹാൻഡ് പെയിന്റഡ് ബ്ലോക്ക് പ്രിന്റഡ് കോട്ടൺ ടെക്സ്റ്റൈൽ. ഒറിജിനേറ്റ്സ് ഫ്രം ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. മധുബാനി പെയിന്റിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. മധുബനി ബീഹാർ എന്ന് നമുക്ക് ഓർത്തിരിക്കും കേട്ടോ. മധുബനി പെയിന്റിംഗ് ബീഹാറിലാണ് വരുന്നത്. മിഥില റീജിയൻ, ബീഹാറിലെ മിഥില റീജിയനിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് പറയുന്നത്. ഇനി അടുത്ത വാർലി പെയിന്റിംഗ് സ്ട്രക്ചറുകൾ. ഈ ഒരു ടൈപ്പ് ഓഫ് പെയിന്റിംഗ് സ്ട്രക്ചറാണ് വാർലി പെയിന്റിംഗ് സ്ട്രക്ചറുകൾ. ട്രൈബൽ ആർട്ട് സ്റ്റൈൽ യൂസിങ് ജിയോമെട്രിക് ഷേപ്സ്. ജിയോമെട്രിക് ഷേപ്പുകൾ യൂസ് ചെയ്യാനുള്ള ഒരു പെയിന്റിംഗ് സ്ട്രക്ചറാണ് വാർലി പെയിന്റിംഗ് എന്ന് പറയുന്നത്. ക്രിയേറ്റഡ് ബൈ ദ വാർലി ട്രൈബ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ വാർലി ട്രൈബിന്റെ അവരുടെ യുണീക്ക് ആയിട്ടുള്ള എത്നിക് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് രീതിയാണ് ഇത്. ഓക്കെ. അപ്പൊ ഓർത്തിരിക്കുക, പട്ടച്ചിറ വരുന്ന ഒഡീഷയിലാണ്, മധുബാനി ബീഹാർ, കലംകാരി ആന്ധ്രാപ്രദേശ്, വാർലി പെയിന്റിംഗ് മഹാരാഷ്ട്ര. ഓക്കെ. അപ്പോൾ 7 ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും എക്സാമിന് വേണ്ടിയിട്ടുള്ള വിജയാശംസകൾ നേരുന്നു. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.